കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. 6 ജില്ലയിലെ 1 കോടിയിലധികം മനുഷ്യജീവിതങ്ങളുടെയും ജീവജാലങ്ങളുടെയും ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സീറോ മലബാർ സഭ പ്രോ-ലൈഫ് അപ്പസ്തോലേറ്റ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിന്റെ 129 വർഷങ്ങൾ പിന്നിടുമ്പോൾ പൊതുജനങ്ങളുടെ ആശങ്ക സർക്കാർ മനസ്സിലാക്കണം. കേരളം തമിഴ്നാട് സർക്കാരുകളുമായി സമവായ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾക്കായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും പ്രോ-ലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും തമിഴ്നാട് ജനതയ്ക്ക് വെള്ളവും എന്ന ലക്ഷ്യത്തോടെ ശാശ്വത പരിഹാരം കണ്ടെത്തുവാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പ്രോ-ലൈഫ് അപ്പസ്തോലേറ്റ് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല വിജ്ഞാപനത്തിന് ഈ മാസം 30-നുള്ളിൽ മറുപടി നൽകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനം അത്യന്തം നിരാശാജനകവും ജനവിരുദ്ധവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കേന്ദ്ര മാനദണ്ഡപ്രകാരം ESI വിഭജനം നടത്താൻ തയ്യാറാകാതെ സംസ്ഥാന സർക്കാർ പ്രദേശ നിർണയം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. കേന്ദ്ര മാനദണ്ഡപ്രകാരം ഒരു വില്ലേജിൽ കുറച്ച് പ്രദേശങ്ങൾ മാത്രം ESI ഉണ്ടെങ്കിൽ പോലും മുഴുവൻ ESI വില്ലേജായി മാറുന്ന മാപ്പ് ചെയ്യപ്പെടും. എന്നാൽ അതിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കി വില്ലേജുകളുടെ ജിയോ കോർഡിനേറ്റർ സ്ഥാനം നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടലിനെ തുടർന്ന് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ മഹനീയമെന്ന് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ജെയിംസ് ഗോഡ്ബർ. ദുരന്തബാധിതർക്ക് മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ വികസന പ്രസ്ഥാനമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖേന നൽകുന്ന ബാക്ക് ടു ഹോം കിറ്റുകളുടെ വിതരണം ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമാകാൻ സമൂഹം ഒന്നായി നിൽക്കണം. കൂട്ടായ പ്രവർത്തനം അതിജീവനം സാധ്യമാക്കും. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി കേരള സോഷ്യൽ സർവീസ് ഫോറം, കാരിത്താസ് ഇന്ത്യ, കാത്തലിക് റിലീഫ് സർവീസ് തുടങ്ങിയവ മികച്ച പിന്തുണയും നേതൃത്വം നൽകുന്നതായും ജെയിംസ് ഗോഡ്ബർ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ആന്റണി പടിയേരിയുടെ ദർശനത്തിൽ സ്ഥാപിതമായ ASMI സന്യാസിനി സമൂഹം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ധന്യതയിൽ. ജീവിതത്തിലുടനീളം മിശിഹായ്ക്ക് സാക്ഷ്യം വയ്ക്കുക എന്ന ദർശനത്തോടെ തുടക്കം കുറിച്ച ഈ പ്രേക്ഷിത സന്യാസിനി സമൂഹത്തിന് 1874 സെപ്റ്റംബർ 21-ന് അമ്പൂരിയിലാണ് തുടക്കമിട്ടത്. സെപ്റ്റംബർ 21 ശനിയാഴ്ച ചീരഞ്ചിറയിലുള്ള ജനറേറ്ററിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുകുർബാനയോടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് നടക്കുന്ന ജൂബിലി സമ്മേളനവും മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും. കുണ്ടന്നൂർ ഡിവൈൻ ലവ് കോൺവെന്റിന്റെ രജത ജൂബിലി ആഘോഷം തൃശൂർ അതിരൂപത സഹായമിത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കോൺവെന്റിൽ നിന്നും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഇടവക ജനങ്ങൾക്ക് പ്രദക്ഷിണമായി ബിഷപ്പിനെ ദേവാലയത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് ദീപം തെളിയിച്ചു കൃതജ്ഞതാബലിയോടെ രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ സെബി കാവലക്കാട്ട് അധ്യക്ഷനായി. ഡിവിനോ ഒമേറ കോൺഗ്രേഷൻ മദർ ജനറൽ മദർ ലൂയിസ കാർമാർത്തി വൈദികർ, സിസ്റ്റേഴ്സ്, വിശ്വാസികൾ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വിമൻസ് ഫോറത്തിന്റെ വാർഷിക സമ്മേളനം തായിവൂസ ബിർമിംഗ്ഹാമിലെ ബെതേൽ കൺവെൻഷൻ സെന്ററിൽ നടത്തപ്പെടും. ബ്രിട്ടനിൽ നടക്കുന്ന ഏറ്റവും വലിയ മലയാളി വനിതാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുള്ള ഒരുക്കത്തിലാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ വനിതകൾ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രൂപത അധ്യക്ഷന്മാർ ജോസഫ് ശ്രാമ്പിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. രൂപതയുടെ എല്ലാ ഇടവുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വനിതാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് കമ്മീഷൻ ചെയർമാൻ ഫാദർ ജോസ് അഞ്ചാനിക്കൽ, വിമൻസ് ഫോറം ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ ജീൻ മാത്യു SS, വിമൻസ് ഫോറം പ്രസിഡന്റ് ടിംഗിൾ റീസൺ സെക്രട്ടറി അൽഫോൺസ കുര്യൻ എന്നിവർ അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത നേതൃത്വ സമ്മേളനവും ഗ്ലോബൽ ഭാരവാഹികൾക്ക് സ്വീകരണവും സെപ്റ്റംബർ 21 ശനിയാഴ്ച ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ നടത്തപ്പെടുന്നു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങൾ, ഫൊറോണകളിൽ നിന്നുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരും യൂണിറ്റുകളിൽ നിന്ന് ഭാരവാഹികളടക്കം 500ഓളം പേർ പങ്കെടുക്കും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജി കൊച്ചുപറമ്പിൽ, ജനറൽ സെക്രട്ടറി ജോസൂട്ടി ജി ഒഴികയിൽ ട്രഷറർ ടോണി പുഞ്ചിക്കുന്നേൽ, ഗ്ലോബൽ ഭാരവാഹികളായ ട്രീസാലി സെബാസ്റ്റ്യൻ, KM ഫ്രാൻസിസ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ഒല്ലൂർ ഫൊറോന പള്ളി തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനൊരുക്കമായി നടത്തുന്ന 4ാം ചൊവ്വാഴ്ച ആചരണ തിരുക്കർമ്മങ്ങൾക്ക് ആഗ്ര ആർച്ച് ബിഷപ്പ് ഡോക്ടർ റാഫി മന്നലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യരെ നേർവഴിക്ക് നയിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും വേണ്ടി ദൈവം മാലാഖമാരെ ഒരുക്കുകയും ഉത്തരവാദിത്തം നൽകിയതായി ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ റപ്പായൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം സുഖപ്പെടുത്തുന്നവനെന്നാണ്. കൂടാതെ യാത്രാ സഹായിയാണെന്നും അറിയപ്പെടുന്നു.
ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നതിന്റെ ഉദാഹരണങ്ങൾ വിശുദ്ധ പാദ്രോ പിയോയുടെയും ബിഷപ്പ് ഫുൾട്ടർ ജെ ഫിറീനയുടെയും ജീവിതങ്ങൾ കാണിച്ചു തരുന്നതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സമർപ്പണമാണ് സന്യാസ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസീലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ. ധന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മലങ്കര സഭയിൽ ആരംഭിച്ച ബദനി സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാതോലിക്ക ബാവ. സഭയോടുള്ള ബന്ധത്തിൽ അണുവിട വ്യതിചലിക്കാതെ നടത്തുന്ന ശുശ്രൂഷയാണ് സന്യാസമെന്നും ഓരോ കാലഘട്ടത്തിലും സന്യാസത്തിന്റെ പ്രസക്തി ഏറിവരികയാണെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. പുതുക്കാട് ഫൊറോനപ്പള്ളി ഇടവകയിൽ മദ്യവിമുക്തമായി പ്രഖ്യാപിച്ച 311 കുടുംബങ്ങളുടെ സംഗമം പള്ളി സിയോൺ ഹാളിൽ നടത്തി. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മദ്യവിമുക്ത കുടുംബങ്ങളിൽ നിന്ന് 85 വയസ്സ് കഴിഞ്ഞ മുതിർന്നവരെയും +1 SSLCക്കും ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും ബിഷപ്പ് ആദരിച്ചു. ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത്, പ്രസിഡന്റ് ആന്റണി പന്തലുകാരൻ, ആളൂർ നവജനീയ ഡയറക്ടർ ഫാദർ ജോൺ പോൾ ENM എന്നിവർ പ്രസംഗിച്ചു. പള്ളിപ്പാട് സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖില മലങ്കര ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. പള്ളിപ്പാട് സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്ക സിംഹാസനപ്പള്ളി പരിശുദ്ധ പീലിപ്പോസ് മാർ ദിവന്യാസോസ് തിരുമേനിയുടെ 169 ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ചാണ് ക്വിസ് മത്സരം നടത്തപ്പെടുന്നത്. ഒക്ടോബർ 5 ശനിയാഴ്ച പള്ളിപ്പാട് സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ചാണ് മത്സരം നടത്തപ്പെടുന്നത്. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജം ദേശീയ സമ്മേളനം പടിക്കാമറ്റം സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രേഷൻ സിംഹാസനപ്പള്ളിയിൽ നടത്തപ്പെട്ടു. കണ്ടനാട് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ മോർ ഇവാനിയോസ് മാത്യൂസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജം പ്രസിഡന്റ് അഭിവന്യമാർ ഫീലിക്യോസ് സക്രിയാസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ പ്രതിനിധി മണ്ഡലം യോഗത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സഭാംഗങ്ങളെ ആദരിച്ചു. പ്രതിനിധി മണ്ഡലത്തിന്റെ 3ാം ദിവസത്തെ യോഗം വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിച്ചത്. സെയിന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന കുർബാനയ്ക്ക് ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലെ ലത്തീൻ സഭയിലുള്ള കേൾവി സംസാര പരിമിതരുടെ സംസ്ഥാനതല സമ്മേളനം സെപ്റ്റംബർ 21 ശനിയാഴ്ച പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് നടക്കും. ഫാമിലി കമ്മീഷൻ KRLCBCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആതിഥ്യമരുളും. സമ്മേളനത്തിൽ കേൾവി സംസാര പരിമിതരുടെ ആത്മീയ അജപാലനവും ജീവിതാന്തസ്സും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം വെക്കുന്ന എഫ്താത്ത ഫോറത്തിനും തുടക്കം കുറിക്കും. കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവരിൽ ഇന്ത്യയിലെ പ്രഥമ പുരോഹിതൻ റവറൻ ജോസഫ് തെർമടത്തെ പ്രസ്തുത പരിപാടിയിൽ ആദരിക്കും. നീതിക്കും അവകാശ സംരക്ഷണത്തിനും ലത്തീൻ കത്തോലിക്കരെ ജാഗരൂകരാക്കുന്നതിന് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക രൂപതകളിലെ എല്ലാ ഇടവകളിലും ജനജാഗരം എന്ന പേരിൽ നേതൃത്വ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് KRLCBC അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് കാലക്കൽ. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനങ്ങളുടെ തയ്യാറെടുപ്പിനായി സംഘടിപ്പിച്ച നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് വർഗീസ് കാലക്കൽ. ജനജാഗര സമ്മേളനങ്ങളുടെ ആശയമുദ്ര വരാപ്പുഴ ദ്രുപത സഹായമിത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന് നൽകി ബിഷപ്പ് ചക്കാലക്കൽ പ്രകാശനം ചെയ്തു. ജനജാഗര സമ്മേളനങ്ങളിൽ വിഷയാവതരണം നടത്തുന്നതിന് റിസോഴ്സ് ടീം എല്ലാ രൂപതകളിലും രൂപപ്പെടുത്തും. ഇതിനായി മധ്യമേഖലയിൽ നടത്തുന്ന പരിശീലന ക്യാമ്പ് സെപ്റ്റംബർ 21, 22 തീയതികളിൽ ഇടക്കൊച്ചി ആൽഫ പാസൽ സെന്ററിൽ നടക്കും. KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് സെറയിൽ, വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, അതിരൂപത ചാൻസലർ ഫാദർ എൽജിബിൻ അറക്കൽ, ജനറൽ മിനിസ്ട്രി കോർഡിനേറ്റർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി, KLCA മീഡിയ ഫോറം കൺവീനർ വിൻസ് പേരുഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.